അപ്പൊ അങ്ങനെ ഫിയോന്റെ മനസ്സമ്മതം പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ അത്. അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി, ഞാനും ഏട്ടനും പോയി, ബാക്കിയുള്ള ഫ്രണ്ട്സിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പൊന്നങ്കോട് പള്ളിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ മനസ്സമ്മതം ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ നായിക എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അവർ രണ്ടുപേരും കൂടി പള്ളിയിലേക്ക് കയറുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ക്രിസ്ത്യൻ മനസ്സമ്മതത്തിന് പോണത്. ഭയങ്കര കാവും ഭയങ്കര പീസായിരുന്നു. വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരെ മാത്രമേ കേട്ടോ അവള് ഫംഗ്ഷനിൽ വിളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ തിക്കും തിരക്കും ബഹളവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര മനസ്സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ മനസ്സമ്മതം കണ്ടിട്ടു. അപ്പോൾ നേരത്തെ കണ്ട സീനൊക്കെ സത്യം പറഞ്ഞ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അവരുടെ കുറച്ച് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കേക്ക് കട്ടിങ്ങും ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫയറും ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത് വൈഷു ആയിരുന്നു. അവൾ എത്താൻ കുറച്ച് ലേറ്റായി. പിന്നെ ഞങ്ങൾ അവിടെ കയറി അവിടെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവളുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നേരെ നമ്മുടെ മെയിൻ പരിപാടി ഫുഡ് അടിക്കലായിരുന്നു. നല്ല അടിപൊളി ഫുഡ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ കുറച്ച് കലാപരിപാടികൾ, ഫോട്ടോ എടുക്കൽ, വീഡിയോ എടുക്കൽ, അങ്ങനെയുള്ള കുറച്ച് പ്രഹസനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സാരി കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ മസ്റ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് കളിയാക്കി ചിരിക്കണം ഏട്ടനെയാണ് നിങ്ങളോട് കാണുന്നത്. എന്തായാലും ഒരുപാട് കാത്തിരുന്ന ഒരു ദിവസം കൂടി ആയിരുന്നു കേട്ടോ ഫിയോന്റെ കാര്യം എന്ന് പറഞ്ഞാൽ. അതെന്തായാലും നല്ല ഹാപ്പി ആയിട്ട് നടന്നു. എന്തായാലും അവർ ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി യാത്രയൊക്കെ പറഞ്ഞു പോകുന്നു കേട്ടോ. നല്ല അടിപൊളി മഴയുണ്ടായിരുന്നു.